ഇന്ന് നമുക്ക് കുട്ടപ്പായ്ക്ക് വേണ്ടി ഒരു പാസ്ത ഉണ്ടാക്കിയാലോ? ഞങ്ങൾ ഇന്ന് ലഞ്ചിന് പാസ്തയാണ് കഴിക്കണത്. അപ്പോൾ പുള്ളിക്ക് തോന്നരുതല്ലോ പുള്ളി വേറൊരു സാധനം കഴിക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതിന് പറ്റിയൊരു പാസ്ത ഉണ്ടാക്കാം. അതിനാദ്യം വേണ്ടത് നമ്മുടെ പാസ്ത. ഒബ്വിയസ്ലി ഇത് ശരിക്കും മറ്റേ പെന്നെ പാസ്തയാണ്. ഇതിന് ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കും. ഇനി നമ്മുടെ കുട്ടികൾ എന്തൊക്കെ വെജിറ്റബിൾസ് കഴിക്കണം നമ്മൾ വിചാരിക്കണോ അതൊക്കെ എടുക്കുക. ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനം. കോർഷേ, സുക്കിനി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അതിൻ്റെ സ്കിന്ന് കളഞ്ഞ് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രോക്കോളി, കോളിഫ്ലവർ, അത് രണ്ടും ഉണ്ട്, അത് മെയിനാണ്. പിന്നെ ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഒരു സ്റ്റീമർ എടുക്കുക, ഈ വെജിറ്റബിൾസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക, എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് വേവിച്ചപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ക്യാരറ്റൊക്കെ കുറച്ച് ഹാർഡ്നെസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ പ്യൂറെ പോലെ അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഇനി നമ്മളൊരു പാൻ വയ്ക്കുക, നല്ല ബട്ടർ ഇടുക, എന്നിട്ട് നമ്മുടെ പ്യൂറെ അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. അവന് ചെറുതായിട്ട് സ്പൈസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഗാർലിക് പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ റിങ്ങായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പാസ്തയും കൂടെ ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. അത്രേ ഉള്ളൂ, സാധനം സെറ്റാണ്. ചീസും ഒറിഗാനോ ഒക്കെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടികളാണെങ്കിൽ അത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ടേസ്റ്റ് ടെസ്റ്റിലേക്ക് പോകാം. റെസിപ്പി അപ്രൂവ്ഡ്.